ഇനി ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ കേസ് വരുമ്പോൾ, അതായത് ഇതേ സെയിം ഫിഗർ തന്നെ നമ്മൾ നേരത്തെ വരച്ചത് ഐസോമെട്രിക് വ്യൂ ആണ്. ഐസോമെട്രിക് പ്രൊജക്ഷനായിട്ട് ചോദിക്കുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഐസോമെട്രിക് സ്കെയില് തീർച്ചയായിട്ടും വരയ്ക്കണം അല്ലേ? ഈ ഐസോമെട്രിക് സ്കെയില് അത് എപ്പോഴും ഓർത്തിരിക്കുക. നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരച്ചു. ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരച്ചു. പിന്നെ ഇതിൻ്റെ ഡയമെൻഷൻസിൻ്റെയൊക്കെ ഐസോമെട്രിക് ലെങ്ത് കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ 30 ഡിഗ്രി, ഇതും 30 ഡിഗ്രി, ഇത് വെർട്ടിക്കൽ ലൈൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത്തിൻ്റെ ഐസോമെട്രിക് ലെങ്ത് ഇതിൽ നിന്ന് മെഷർ ചെയ്തിട്ട് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ. അതുപോലെ ഈ ലെങ്ത്തിൻ്റെ ഐസോമെട്രിക് ലെങ്ത് എടുത്തു, ഈ ഹൈറ്റിൻ്റെ ഐസോമെട്രിക് ലെങ്ത് എടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഫിഗർ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഐസോമെട്രിക് ലെങ്ത്തുകളാണ് എടുത്തേക്കുന്നത് അല്ലേ? ഐസോമെട്രിക് ലെങ്ത് എടുത്ത് വരച്ചു. ഇനി ഈ സ്പിയർ വരയ്ക്കണം. സ്പിയർ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഈ സർക്കിളിൻ്റെ റേഡിയസിൻ്റെയും ഐസോമെട്രിക് ലെങ്ത് എടുക്കുക. അപ്പോൾ സെൻറ്റർ കണ്ടുപിടിക്കാൻ ഐസോമെട്രിക് ലെങ്ത് എടുത്തിട്ട് സെൻറ്റർ കണ്ടുപിടിക്കുക. ഇനി വരയ്ക്കുന്നത്, ഈ സർക്കിൾ വരയ്ക്കുമ്പോൾ ആക്ച്വൽ റേഡിയസ് എടുത്ത് വരയ്ക്കണം. ആക്ച്വൽ റേഡിയസ് എടുത്തിട്ട് വേണം ഈ സർക്കിൾ വരയ്ക്കാൻ. അപ്പോഴും കുറച്ച് ഇങ്ങനെ കൂടി വരും. കണ്ടോ? ഈ സെൻറ്റർ കണ്ടുപിടിക്കാൻ എടുക്കേണ്ട ഡിസ്റ്റൻസ് റേഡിയസിൻ്റെ ഐസോമെട്രിക് ലെങ്ത് എടുത്തിട്ട് വേണം ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ആക്ച്വൽ റേഡിയസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആക്ച്വൽ റേഡിയസ്. ഇത് എപ്പോഴാണ് പറഞ്ഞത്? ഡ്രോ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് സ്പിയറിന് മാത്രം. ക്ലിയർ ആണോ?